വയനാട് ആഘോഷത്തിലേക്ക് കടന്നു എന്ന് വേണം പറയാൻ. UDF എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് ഇപ്പോൾ UDFന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ ഒരുക്കിയിട്ടുള്ളത്. ബാൻഡ് മേളമുണ്ട്, അതുപോലെ തന്നെ താളവാദ്യങ്ങളുടെ അകമ്പടിയുണ്ട്, ജാഥയുണ്ട്. DCCയുടെ നേതൃത്വത്തിലാണ്, വയനാട് DCCയുടെ നേതൃത്വത്തിലാണ് താളവാദ്യങ്ങളുടെ അകമ്പടിയിൽ ഇപ്പോൾ വയനാട് നഗരത്തിലൂടെ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ആഘോഷിച്ചുകൊണ്ട്, പ്രിയങ്ക ഗാന്ധിയെ വിജയത്തിന്റെ തേരിലേറ്റിക്കൊണ്ട് ഇപ്പോൾ വയനാട്ടിലെ UDF പ്രവർത്തകർ ഇപ്പോൾ വയനാട്ടിലെ നഗര വീഥികളിലൂടെ നടക്കുന്നത് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ, കാരണം റോഡിന്റെ ഇരു സൈഡിലും, റോഡിന്റെ ഇരു ഭാഗങ്ങളിൽ ഈ ആഘോഷത്തിൽ പങ്കാളികളാകാനായിട്ട് നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തൊട്ടുപുറകിലായിട്ട് UDFിലെ തന്നെ നേതാക്കളുടെ ഒക്കെ പാട്ടും നൃത്തവും ഒക്കെ നമുക്ക് കാണാനും സാധിക്കും. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ തന്നെ അത്രയുമാണ്. ബാക്കിൽ നല്ല അടിപൊളി ഡാൻസ് ഉണ്ട്, കാരണം ഈ വിജയം കുറെ കൂടി ആഘോഷമാക്കാനായിട്ട് ഇതാ പുറകിലായിട്ട് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഡാൻസ് ഉണ്ട്. അതിനെ ഡാൻസിൽ വിളിക്കല്ല, ആഘോഷിക്കാൻ ഞങ്ങൾ കാത്തിരുന്ന ഒരു നിമിഷമായത്. ഇത് ഞങ്ങൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ നമ്മളെല്ലാവരും, അതായത് ഇവരെല്ലാവരും വലിയ രീതിയിലുള്ള ആഘോഷത്തിലാണ്. കാരണം പ്രിയങ്ക ഗാന്ധിയുടെ വിജയം വലിയ രീതിയിലുള്ള ആഘോഷത്തിലാണ്. കാരണം ഇവരെല്ലാവരും ഇത്രയും ദിവസം ആഘോഷിച്ച അല്ലെങ്കിൽ കാത്തിരുന്ന ദിവസമാണ്. കാരണം പോളിംഗ് അല്പം കുറഞ്ഞെങ്കിലും ആ പോളിംഗിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ഇവിടെ സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ വനിതകളുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ ഇവിടെ പുരുഷന്മാരുണ്ട്, യുവാക്കളുണ്ട്, വീട്ടമ്മമാരുണ്ട്, അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നായിട്ടാണ് ആളുകൾ ഇവിടെ ഇപ്പോൾ ആഘോഷത്തിന്റെ ഭാഗമാകുന്നത്.